നല്ല ഭംഗി സ്ഥലം. റെഡ് നൂഡിൽസ്. What the hell? How you do? Good morning guys. What a sunny day. നിങ്ങളെല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പട്ടായനോട് ടാറ്റ പറഞ്ഞ് ബാങ്കോക്കിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റ്. കണ്ട ഹൽഫിതാക്കണ അതിന്റെ 2ാമത്തെ ഫ്ലോറിലാന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ കോമഡി എന്താ വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ്. അതിന് ഞാനൊന്നും വാങ്ങിയില്ല ഗൈസ്. ഈ ബാങ്കോക്കിൽ ഇതൊരു പുതിയ സ്ഥലത്ത് ഞങ്ങൾ റൂം എടുത്ത്. എനിക്ക് ഇവിടെ ഒന്നും അറിയുന്നില്ല എന്ത് വാങ്ങുന്നു. ബാങ്കോക്ക് സിറ്റി ഇതിന്റെ അപ്പുറത്താട്ടെ. ഞങ്ങൾ കുറച്ച് ഉള്ളോട്ട് റൂം എടുത്തതായിരുന്നു. വേറെ റൂം കിട്ടാനില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. എല്ലാ വാലന്റൈൻസ് ഡേക്കും ഞാൻ എന്തേലും കൊടുക്കാറുണ്ട് ഗൈസ്. ഇതുവരെ കേട്ടോ ഇതാണ് ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ മോശ. ഒരു 7-Eleven കണ്ടുപിടിച്ച് കണ്ടില്ല ബാക്കിൽ. ഇവിടെ എന്തെങ്കിലും റോസ് ഒന്നും ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഇവള് കാലാകാലം പറയും ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒന്നും കൊടുത്തില്ല. എനിക്കത് കേൾക്കാൻ വയ്യ. ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. ഇതെന്തോ ഇത് മൊത്തം വേറെയാണ്. ഒരു റെഡ് നൂഡിൽസ് എന്തായാലും വാങ്ങി. സീരിയസ്ലി ബ്രോ, ഇവിടുത്തെ ആൾക്കാർ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ ബാങ്കോക്ക് സിറ്റിയിലും അല്ലാത്തോണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ഒന്നും കാണുന്നില്ല അവിടെ. ഇതൊരു പൊട്ടനാണ് ഗൈസ്. ഒരു പൊട്ട എന്റെ തലക്കൊന്നും കൊടുത്തോണ്ടല്ലോ. ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി ഗൈസ്. എനിക്ക് UPI ഒക്കെ ഉള്ള കാലത്ത് ഇങ്ങോട്ട് പോന്നിട്ട് പൈസ എടുക്കാൻ മറന്നോണ്ട് എന്ത് കോപ്പത്. അവിടെ വരെ നടന്നു പോയിട്ട് പൈസ എടുത്തില്ല ഗൈസ്. അപ്പൊ എന്താക്കണ വാലറ്റ് എടുത്ത് ഞാനിപ്പോ ഒരു ഫ്ലവർ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടോ അങ്ങോട്ടേക്ക് ഞാൻ ഊബർ ഇട്ടുണ്ട്. ഊബർ ബൈക്കാണ്. ഞാൻ ഒരാളല്ലോ. അപ്പൊ നമുക്ക് ബൈക്കിൽ കുറഞ്ഞ പൈസ നമുക്ക് പോകാൻ കഴിയട്ടോ. ഞാൻ ഇതുവരെ ബൈക്ക് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഊബർ ബൈക്ക്. എവിടെ പോയി കഴിച്ചു ഇതൊന്നും അല്ലേക്കില്ലേ. നാളാണ് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ഇൻ ബാങ്കോക്ക്. അതിനു മുമ്പ് ഇവന്മാരെന്നെ കൊണ്ടുപോയി തള്ളിയിടൂലേക്കില്ലേ. ഇതാട്ടോ ബൈക്ക്. യെസ്, ഞാൻ ട്രൗസറാണ് ഇട്ടത്. യെസ് അതന്നെ. പിന്നെ നല്ല വെയിലാണ് ഗൈസ്. സീൻ. ഞാനപ്പോ ലൊക്കേഷൻ എത്തി ഗൈസ്. ചേട്ടനോട് ടാറ്റ പറഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. സോ 33 ബാത്ത് കൊടുത്ത്. എവിടാണ് ഷോപ്പ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ പൊന്നെ ഇത് ടൈലറിങ് ഷോപ്പാണ്. ഞാൻ ഫ്ലവർ ഷോപ്പിലേക്കാണ് ലൊക്കേഷൻ ഇട്ടത്. അങ്ങനെ ബാങ്കോക്ക് ചെന്ന് ഫ്ലവർ ഷോപ്പ് കണ്ടുപിടിച്ച് കഴിച്ചു. ഇത് വേറൊരു ബാങ്കോക്ക് തന്നെ കേട്ടോ. ഞങ്ങൾ 4 ദിവസം നിന്നത് വേറെ. അവിടെ എനിക്ക് അറിയായിരുന്നു. ഇവിടെ എനിക്ക് ഒരു തേങ്ങ അറിയില്ല. ഇനി ഷോപ്പിൽ പോയിട്ട് ഫ്ലവർ വേണമെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കണം കഴിച്ചു. ഓ മൈ ഗോഡ്, ഇതാണെന്ന് തോന്നുന്നു. കണ്ട വാലന്റൈൻസ് ഡേക്ക് ഫ്ലവർ എന്നൊക്കെ കണ്ടില്ല. ഇതന്നെ സ്ഥലം തന്നെ കഴിച്ചു. ഓ ഇവിടെ തിരക്കുണ്ടെന്ന് തോന്നിട്ടോ. ഇവിടെ എല്ലാവരും ഇവിടുന്ന് ഫ്ലവർ ഓർഡർ ചെയ്യാൻ തോന്നുന്നു. എന്റെ പൊന്നെ. യെസ്, നമുക്ക് ഫ്ലവർ കിട്ടി ഗൈസ്. ഹൗ മച്ച് ഫോർ സ്മോൾ വൺ? സ്മോൾ സ്മോൾ റോസ് സ്മോൾ വൺ. 399. Yes, 399 for each. ഞാൻ റോസ് വാങ്ങി. ബട്ട് ഐ എം നോട്ട് ദാറ്റ് മച്ച് ഹാപ്പി ഗൈസ്. കാരണം ഞാൻ വിചാരിച്ച ടൈപ്പ് റോസ് അല്ല കിട്ടിയത്. അത് മാത്രല്ല ഇവിടെ മുടിഞ്ഞ പ്രൈസാണ് റോസിന്. കാരണം നമ്മളെ നാട്ടിലത്തെ ഒരു അറൗണ്ട് 1200 റുപ്പീസ് ഉണ്ട് ഒരു സിംഗിൾ റോസിന്. അതുകൊണ്ട് നമുക്കൊരു 10-20 ബൊക്കെ പോലുള്ളൊരു സാധനം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ വിചാരിച്ച അങ്ങനത്തെ വലുത് കൊടുക്കാന്ന്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ വിചാരിച്ച ആ ഒരു സാധനത്തിലേക്ക് എത്തിയില്ല ഗൈസ്. നമുക്ക് ഇതാക്കണ അവിടെ ഒരു 7-Eleven ഉണ്ട്. സോ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ്സ് കൂടി വാങ്ങാം. ഫൈനലി നമ്മൾ ഡയറി മിൽക്ക് കണ്ടുപിടിച്ചെടുത്താ. ഏറ്റവും അടിയിലായിരുന്നു. ഇവിടെ സ്നിക്കേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഡയറി മിൽക്ക് ഏറ്റവും താഴത്താട്ടോ. കാണാൻ കുറച്ച് പണിയാണ്. ഇനിവേ നമുക്ക് ഇനി ഇത് ബില്ല് ഇത് ഏറ്റവും വലുതാട്ടോ ഇവിടുത്തെ. ഇതിന്റെ വലുത് അവിടെ കണ്ടില്ല. ഇനി സാധനം കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കണം. ഞാനാണെങ്കിൽ രാവിലെ എണീറ്റൊരു കോലത്തിൽ വന്നു. അവൾ എണീക്കുന്നതിന് മുമ്പ് വന്നതാണ്. മുമ്പ് ചാലേ നമ്മുടെ മച്ചനോട് എത്തി ഗൈസ്. സാലി. Okay, yes, that's me. Yes. Okay, let's go. Yes. Kale flower. And we are going guys. We are going to my home. എന്തോരം സ്ഥലം ഉണ്ടായിരുന്നു അടുക്കൂടെ. ഇവന്മാർ പൊട്ടന്മാരാണ് കിടന്ന് കളിക്കണ നോക്കിയാൽ. അങ്ങോട്ട് എടുത്തോട്ട് മക്കളെ. ഞാനിപ്പോ നമ്മളുടെ എന്താ പറയുക സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. കരിഞ്ഞു പോയി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. സോ നമുക്ക് റൂമിലേക്ക് പോവാം. യെസ്. Oh my God. Modern guys. ഞാൻ സാലറി ഒരു
സാലി പുറത്ത് പോയതാണ് ഫസ്റ്റ് വാലന്റൈൻസ് ഡേ അല്ലേ, ഒന്നും മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ പോയി. അവൻ പുറത്തുണ്ടെന്ന് തോന്നണം. ഞാനും അവനൊരു സർപ്രൈസ് മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. This is my surprise. Small cute cake. പുറത്തുനിന്നവൻ ഡോറ് തുറക്കാൻ നോക്കുന്നത്, ഡോറ് ലോക്കാക്കിയിട്ട്. ഇതാണ് ഞാൻ വാങ്ങിയ റോസ് ഗൈസ്. ഇത് 1 വർഷം വരെ ഇങ്ങനെ തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതര സാധനമാണ്. ഓക്കെ, 10. നീ what the hell, how you do this? How you do this? രാവിലെ എണീറ്റ് ഞാൻ പോയിട്ട് നീ ഇതെങ്ങനെ ഒപ്പിച്ചടി പട്ടി? ഇതെങ്ങനെ? Then I have a surprise for you. Happy Valentine's Day. Look at the rose. ഇതിനൊരു റെഡ് തീർന്നു പോയി. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് 1 വർഷം വരെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഫ്ലവർ ആണ്, ഒരിക്കലും കേടായി പോയില്ല. റിയൽ ആണ്, റിയൽ ആയിട്ട് ഫ്രീസ് ചെയ്ത് 1 വർഷം വരെ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ നിൽക്കും, കേടാവൂല. മനസ്സിലായി? പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് നമ്മള് പോവുകയാണ്, എനിക്ക് ഒരു കവർ ഉണ്ട്, ഒരു ഡയറി മിൽക്ക് കൂടി ഉണ്ട് നമുക്ക്. ദിസ് ഇസ് ഫോർ യു മൈ ഡിയർ. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് പോയി വരുമ്പോ ഇവളുടെ റൂമിൽ കേക്കായിരുന്നു നിൽക്കുന്നത്. ഞാൻ ഇന്ന് കരിഞ്ഞു പോയി. ഞാൻ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് എത്തിയതാണ്. എനിക്കറിയാം നീ എന്തെങ്കിലും കൊണ്ടുവരുന്നു, പക്ഷെ നിനക്കറിയില്ല ഞാൻ നിനക്കായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നു. ഞാൻ സർപ്രൈസ് ആയി പോയി. എനിക്കറിയാൻ എന്തോ എനിക്ക് മേടിക്കാൻ പോയതാണ്, പക്ഷെ എനിക്കറിയായിരുന്നു ഇന്ന് കഴിച്ചു നമുക്ക് കട്ട് ചെയ്യാം. ആക്ച്വലി ഇത് സർപ്രൈസ്. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് വന്നൊന്നും സ്ക്രിപ്റ്റിൽ കഥയിൽ ഇല്ലാത്തായി പോയി ഗൈസ്. ഞാൻ ഫ്ലവർ വാങ്ങിയതാണ് ഇന്നത്തെ ടോപ്പിക്, ഇവള് കേക്ക് വാങ്ങിയതായി ഇന്നത്തെ ടോപ്പിക്. നമുക്കിത് കട്ട് ചെയ്യാം ഗൈസ്. എനിക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നില്ല. എന്നാലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി, അവിടുന്ന് ഇങ്ങോട്ട് ബൈക്ക് എടുത്ത് മൊത്തം വേറെ നമ്മൾ 2 കൂടി കട്ട് ചെയ്യാം. നീ ഞാൻ കൈ പൊക്കാം, നീ കട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇവിടുത്തെ കേക്ക് എങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല. കൊള്ളാം. കയറി വല്ല തെരുപ്പ് കയറി ഗൈസ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിപ്പം യൂണിയൻ മോളിലെത്തി. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഒന്ന് നോക്കണം, കാരണം നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. നാളെ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? നാളെ നൈറ്റ് ആണ് ഫ്ലൈറ്റ്. പക്ഷെ നാളെ തന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നാളെ റെസ്റ്റ് എടുക്കും, ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്യും, പാക്ക് ചെയ്യും, എന്നിട്ട് നേരെ വിടും. അപ്പൊ ഇപ്പൊ ഞങ്ങള് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് ഡേ ഷോപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പിന്നെ നമ്മൾ ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാക്കണം ഇമ്മക്ക് വേണ്ടി ഇങ്ങനത്തെ വാങ്ങിയാലോ അടിപൊളിയായിരിക്കില്ല. നല്ല നീളങ്ങനെയുള്ള ഡ്രസ്സാണ്. ഇവിടെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിയിരിക്കുന്നു ഗൈസ്. ഇമ്മക്ക് ഒരു ചുവപ്പ്, എന്താണ് റെഡ്, നല്ല കറക്റ്റ് പച്ച കളർ റെഡ്, നല്ല രസമുണ്ട്. വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് വേണോ ബേബി? എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമ്മളത് വാങ്ങുന്നില്ല. എന്തോരം ബാഗുകളാ. അപ്പൊ ഇതാക്കണ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാണ്. കമ്മൽ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇഷ്ടം പോലെ കമ്മൽസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് പോന്നപ്പോ ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ അറൗണ്ട് 1 മണിക്കൂർ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിട്ടാ. ചോക്ലേറ്റ് എപ്പോഴും ചോക്ലേറ്റ് വില്ല എന്ന് പറഞ്ഞോണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞോണ്ട്. സോ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചാൽ നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വ്യൂ ഗൈസ്, ഓ മൈ ഗാഡ്, ജസ്റ്റ് ലുക്ക് അമേസിങ് കേട്ടാ. ഓ സൺ അവിടെ ഉണ്ട്. ഓ സീൻ ലുക്ക് അറ്റ് ദ കാർ ബ്രോ. വേറെ സീൻസ് ആണ് കേട്ടോ, അടിപൊളി. ഒരു രക്ഷയില്ലേ, അടിപൊളി സ്ഥലം. ഒരുമാതിരി സെറ്റ് ഇട്ട് പോലെ വേൾഡിലെത്തിയ പോലെ
ഹ്യൂജ് ആണ്. ഭയങ്കര എത്തിയപ്പോഴാട്ടോ നമ്മള് ടിക്കറ്റ് ഉണ്ടെന്ന് അറിയുന്നത്. ടിക്കറ്റിന്റെ നോക്കിയിട്ടൊന്ന് കാണും. ടിക്കറ്റിന്റെ ഇഷ്യൂ നമ്മൾ നോക്ക എത്ര ആവുന്ന നോക്കിയോ സ്ഥലമൊക്കെ നോക്കിയാ. ടിക്കറ്റ് കൗണ്ടർ എത്തി. എത്രയാണ് ടിക്കറ്റ് എന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം വന്നപ്പോ തന്നെ ടിക്കറ്റിനെ ഐസ്ക്രീം കിട്ടും. 300 ബാത്ത് കേട്ടോ ടിക്കറ്റ്. അപ്പൊ അതിനിപ്പോ 2 ചില ആൾക്കാരെ ഓവർ പിങ്ക് ഇവിടെ ബാങ്കോക്കിൽ എല്ലാവരും, ഇവിടെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എല്ലാവരും ഭയങ്കര പിങ്ക്. അപ്പൊ പിങ്ക് കളിക്കാൻ നോക്കിയതാണ്. അതല്ല ഈ സ്ഥലം ഒരു രക്ഷയില്ല ഗൈസ്. ദിസ് ഈസ് അനദർ ലെവൽ. ഓ മൈ ഗോഡ് ബേബി, ഹൗ യു ഫീൽ? വന്ന പോകത്തായില്ലേ? ഓ കണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്തോ ഒരു സെറ്റ് ഇട്ട് പോലെ. ഞാൻ കണ്ണട മാറ്റട്ടെ, നൈറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും കാണത്തില്ല. ചേച്ചി എന്തോ തിന്നാൻ കൊടുക്കുന്നുണ്ട്. ഇത് എന്ത് മൃഗാന്ന് എനിക്ക് ഓർമ്മയില്ല. അൽഫി അതെന്താ മൃഗം? അതെന്താ? എന്താണ്? ക്യാപ്പിബാര എന്ന് പറഞ്ഞ സാധനം കേട്ടോ. നമ്മള് വലിയൊരു സാധനം ഉണ്ട്. എന്റെ ഫ്രണ്ട് കാണുന്നില്ല. ഇതിന് പൈസ കൊടുക്കണം നമ്മള്. നല്ല രസമുണ്ട് കാണാന്. ടെഡി ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് കയ്യിലൊരു ഐസ്ക്രീം ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ പെട്ടിരിക്കുന്നു. എല്ലാ റെസ്റ്റോറൻറ്റ്സും സ്പേസസും നോക്കിയിട്ട് ഏതാണ്. ഓ ഇത് ഓരോരോ റെസ്റ്റോറൻറ്റ്സ് അല്ലേ? ഓക്കെ അതും കേരളായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിട്ട് കാണാന്, ഒരു രക്ഷയിലോട്ട് കാണാൻ. നമ്മൾ ഡിസ്നി ലാൻഡിലൊക്കെ പോയ പോലെ. വീഡിയോ കട്ട് ചെയ്തെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ വീഡിയോ കട്ട് ചെയ്യും. കാരണം നമ്മള് ഫുഡിലേക്ക് പോവാണ്, മറന്നു പോകും. ഫുഡ് മാത്രമല്ല, ഇവിടുന്ന് എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓ ഇത് വന്ന ഭാഗത്ത് എല്ലായിടത്തും ടെഡി ബിയേഴ്സ് ഉണ്ട്. നല്ല രസം. ഈ ഐസ്ക്രീം ഒന്ന് എവിടെയും കളയട്ടെ, കാരണം ഇത് കയ്യിലായിപ്പോയി. ഇത് കളഞ്ഞിട്ട് വേണം മര്യാദയ്ക്ക് സ്ഥലം ഒന്ന് കാണാൻ കഴിയും. സോ ഞാൻ അവിടെ ഒരു വിന്റേജ് കാറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നോക്കിയാ ഏതല്ല സാധനം, സെറ്റപ്പ് സാധനമല്ലേ. കുറെ കാറുകളൊക്കെ കൊണ്ടിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയുടെ കേസ് കാണാൻ, വേറെ മൂഡ് സാധനം. രക്ഷയില്ല വൈബ്. ഓ വേറെ മൂഡ് മനസ്സിലെ. അൽഫിയാണ് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തത്. സോ ഇവിടെ എടുക്കുന്ന ലൊക്കേഷൻ ഒക്കെ സെറ്റ് ആവാറുണ്ട്. അൽഫിക്ക് എന്തോ ഫ്രീ കിട്ടി എന്താ എന്തോ ഒരു ഓക്കെ 2 സാധനം ഫ്രീ കിട്ടി. ആദ്യമായിട്ട് ബാങ്കോക്ക് എന്നൊരു സാധനം ഫ്രീ കിട്ടണല്ലേ. സെറ്റ് ഗൈസ്. അപ്പൊ ഒരു കിട്ടിക്കാച്ച് കാറ് കണ്ടു. കാറില് ടെഡി ഉണ്ട്. കാറില് ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ തണുപ്പുണ്ട് ഗൈസ്. ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഭ്രാന്തായി ഗൈസ്. ഓടല്ലേ സോഫാണ് ഗൈസ്. ഓ കഷ്ടപ്പെട്ട് കാറി കയറാൻ പോകുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നോക്കടി അമ്മ വരുന്നത്. എന്ത് ഏറ്റവും വലിയ സ്റ്റിയറിംഗ് വീലാ ഗൈസ്. കൊള്ളാട്ടോ. പോയാലെന്നാല് അടിപൊളിയല്ലായിരുന്നു. ബൈ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വരികയാണ് ബാങ്കോക്കിൽ ചോക്ലേറ്റ് വില്ല എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ജസ്റ്റ് വന്ന് നോക്കുക. അടിപൊളിയല്ലേ ബേബി? അടിപൊളിയാണ്. നിങ്ങൾക്കൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അത് ഈ ഒരു എക്സ്പീരിയൻസ് എവിടെയും കിട്ടില്ല. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടില്ല. അപ്പൊ ഇത് മസ്റ്റ് കമ്മാട്ടോ. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.